നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തുകയാണ് ഹൈക്കോടതി. 1999 വിജയ് മല്യ നൽകിയത് 2.5 കിലോ സ്വർണം പൊതിഞ്ഞ വാതിൽ പാളിയാണ്. അഷ്ടാഭിഷേകം നടക്കുന്നിടത്ത് നിന്നാണ് ഇപ്പോൾ സ്ട്രോങ് റൂമിൽ ഉള്ള ഈ വാതിൽ പാളി കണ്ടെടുത്തത്. ഇത് യഥാർത്ഥ സ്വർണ്ണപ്പാളി തന്നെയാണോ അതോ വാതിൽ പാളിയും ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയോ? ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെടുകയാണ് ഹൈക്കോടതി. ശബരിമലയിലെ സ്വർണ്ണമോഷണം രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമാണോ എന്ന സംശയവും കോടതി പ്രകടിപ്പിച്ചു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ളവയുടെ പകർപ്പ് എടുത്തിരുന്നു. ഇത് രാജ്യാന്തര മാർക്കറ്റിൽ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്നാണ് കോടതി സംശയിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ക്രമരഹിതമെന്നും രേഖകൾ കൃത്യമല്ലാത്തത് ഗുരുതരമാണ് എന്നും കോടതി നിരീക്ഷിച്ചു. 2018 മുതൽ 2025 വരെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ഇടപാടുകളും പരിശോധിക്കണമെന്ന് വ്യക്തമാക്കിയ കോടതി പുതിയ ഭരണസമിതിയുടെ കാലത്ത് നടന്ന ഇടപാടുകളിലും സംശയം ഉന്നയിച്ചുകൊണ്ടാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ന്യൂസ് അറ്റ് 9 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ശബരിമലയിൽ രാജ്യാന്തര വിഗ്രഹക്കടത്തിന് ശ്രമം നടന്നോ? സംശയവുമായി ഹൈക്കോടതി. 2018 മുതൽ 2025 വരെയുള്ള എല്ലാ ഇടപാടുകളും പരിശോധിക്കണം. പുതിയ ഭരണസമിതിയുടെ കാലത്തെ ഇടപാടുകളിലും സംശയം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിന് ദേവസ്വം ബോർഡ് ഒത്താശ ചെയ്തു. മിനിറ്റ്സിൽ മൊത്തം ക്രമക്കേടെന്നും കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ്. വാസു കുടുങ്ങിയാൽ മന്ത്രിമാരും CPIM നേതാക്കളും കുടുങ്ങുമെന്നും VD സതീശൻ. ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ അനുവദിക്കരുതെന്ന് കോൺഗ്രസ്. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടരുത് എന്ന് BJP. ഹൈക്കോടതി പരാമർശങ്ങൾ പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് ദേവസ്വം മന്ത്രി. ഹരിയാനയിലും വോട്ടുകൊള്ള ആരോപിച്ച് രാഹുൽ ഗാന്ധി. നടന്നത് ഓപ്പറേഷൻ സർക്കാർ ചോരി. 2 കോടി വോട്ടർമാരിൽ 25 ലക്ഷം കള്ളവോട്ടുകൾ. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വെച്ച് 10 ബൂത്തുകളിലായി 22 വോട്ട്. It is pretty clear to us that now this is a system. This is something that has now been industrialized and it can be used in any state. ഒരു പരാതിയും ലഭിച്ചിരുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ കോടതിയിൽ പോകാത്തത് എന്തുകൊണ്ടെന്ന് BJP. ബീഹാറിൽ നാളെ ആദ്യഘട്ട വോട്ടെടുപ്പ്. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിൽ ജനവിധി. വിശ്വാസം തേടുന്നവരിൽ തേജസ്വി യാദവും സാമ്രാജ് ചൗധരിയും അടക്കമുള്ള പ്രമുഖർ. കരൂർ ദുരന്തത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കാൻ ദളപതി. വിജയ് തമിഴക വെട്ടിക്കഴക്കതിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പ്രമേയം പാസാക്കി മഹാബലിപുരത്ത് ചേർന്ന TVK ജനറൽ കൗൺസിൽ. തെരഞ്ഞെടുപ്പിൽ സഖ്യമില്ല. TVKയും DMKയും നേർക്കുനേർ ഏറ്റുമുട്ടുമെന്ന് വിജയ്. ചരിത്രമെഴുതി ന്യൂയോർക്ക്. സോഷ്യലിസ്റ്റ് നേതാവ് സൊഹ്റാൻ മംദാനി മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ. ജവഹർലാൽ നെഹ്റുവിനെ ഉദ്ധരിച്ച മംദാനിയുടെ വിജയപ്രസംഗം. Standing before you, I think of the words of Jawaharlal Nehru. A moment comes but rarely in history when we step out from the old to the new, when an age ends and when the soul of a nation long suppressed finds utterance. Tonight we have stepped out from the old into the new. ഡെമോക്രാറ്റ് വിജയം. ട്രംപ് ഭരണകൂടത്തിന് കനത്ത തിരിച്ചടി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിയമ നടപടിക്ക് സർക്കാർ. തീരുമാനം സർവകക്ഷി യോഗത്തിൽ. SIRനെ അനുകൂലിച്ച് BJP, എതിർത്ത് BJP ഇതര പാർട്ടികൾ. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ക്രമീകരണങ്ങൾ ഒരുക്കാൻ ജില്ലാ കളക്ടർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശം. മുന്നണികളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം. തിരുവനന്തപുരത്ത് BJPയിൽ പോര് ശക്തം. 7 വാർഡുകളിൽ തർക്കം. കോൺഗ്രസ് നേതാക്കളെ നിരീക്ഷിക്കാൻ സംസ്ഥാനത്ത് ഹൈക്കമാൻഡിന്റെ ഒബ്സർവേഷൻ ടീം.
മുസ്ലിം പുരുഷന്റെ രണ്ടാം വിവാഹത്തിൽ സുപ്രധാന നിർദ്ദേശവുമായി ഹൈക്കോടതി. ആദ്യ ഭാര്യ രണ്ടാം വിവാഹത്തെ എതിർത്താൽ വിവാഹ രജിസ്ട്രേഷൻ അനുവദിക്കില്ല. ആദ്യ ഭാര്യയുടെ ഭാഗം കേൾക്കണം. കോടതി ഉത്തരവ് പ്രകാരമേ വിവാഹം അനുവദിക്കൂ. ലോകകപ്പ് ജേതാക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ആദരം. ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ വിരുന്ന്. കഴിവും ആത്മവിശ്വാസവും അടയാളപ്പെടുത്തിയ വിജയമെന്ന് പ്രധാനമന്ത്രി. ന്യൂസ് 9 ആദ്യം പോകുന്നത് ശബരിമലയിലെ വാർത്തയിലേക്കാണ്. ശബരിമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി പരാമർശങ്ങൾ ഇതിനു മുമ്പ് ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴിതാ കോടതി തന്നെ സംശയിക്കുകയാണ്. ശബരിമലയിൽ നടന്നത് രാജ്യാന്തര വിഗ്രഹ കടത്തോ? 2018 മുതൽ 2025 വരെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും പരിശോധിക്കണമെന്ന് ഹൈക്കോടതി. പുതിയ ഭരണസമിതിയുടെ കാലത്ത് നടന്ന ഇടപാടുകളിലും സംശയമുന്നയിച്ചുകൊണ്ടാണ് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. സ്വർണ്ണമോഷണം രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമാണ് എന്ന സംശയവും കോടതി പങ്കുവച്ചു. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ യഥാർത്ഥ അളവ് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനയ്ക്കും കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് അനുമതി നൽകി. ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ഉള്ളത് യഥാർത്ഥ വാതിൽപ്പാളി തന്നെയാണോ എന്ന സംശയവും കോടതി പ്രകടിപ്പിച്ചു. ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഹൈക്കോടതി നടത്തുന്നത്. അതായത് നിലവിലെ ഭരണസമിതിക്കെതിരായ കണ്ടെത്തലുകൾ കൂടി ഇതിൽ ഏറെ പ്രാധാന്യമുണ്ട്. ഇതുവരെ ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണ വിവാദത്തിൽ കോടതി നടത്തിയതിൽ ഏറ്റവും ഗുരുതരമായ ചില നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ഇന്ന് ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് ഇടക്കാല ഉത്തരവിലൂടെ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതിൽ 2025 ഇപ്പോഴുള്ള ഭരണസമിതിക്കെതിരെയും PS പ്രശാന്തിനെതിരെയും നൽകുന്ന നിലപാടെടുത്തിരിക്കുന്ന ചില ആരോപണങ്ങൾ കൂടി ഇതിലുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ആരോപണ വിധേയനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്രമക്കേട് നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൂടുതൽ സ്വർണ്ണമുണ്ട് എന്ന ബോധ്യം ഉണ്ടായിരുന്നിട്ടും ഇത് പാളി കൊടുത്തു വിടാൻ വീണ്ടും ഇപ്പോഴത്തെ ഭരണസമിതി അതിന് ഇടപെട്ടു. ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാക്കി എന്നതാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതായത് വേണ്ടത്ര സമയം ഉണ്ടായിരുന്നിട്ട് കൂടിയും കഴിഞ്ഞ തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായി തന്നെ ഒരു അടിയന്തര സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഇത് കൊടുത്തുവിട്ടു. ഇത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയുമില്ല. ഇക്കാര്യത്തിൽ ഗുരുതരമായ പിഴവ് പറ്റി എന്നതാണ് നിലവിലെ ഭരണസമിതിക്കെതിരായ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളുമായി കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇത് പ്രത്യേകം പരാമർശിക്കേണ്ടി വരുന്നത് നിലവിലെ ഭരണസമിതിക്ക് കാലാവധി ദീർഘിപ്പിച്ച് നൽകാൻ സർക്കാർ തലത്തിൽ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ PS പ്രശാന്തിനെതിരെ നേരത്തെ ഈ വിജിലൻസ് റിപ്പോർട്ടിലടക്കമുള്ള ചില പരാമർശങ്ങൾ നീക്കിക്കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ ഭരണസമിതിയെ തന്നെ പരാമർശിക്കുന്ന കോടതിയുടെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം കോടതിയുടെ ഇന്നത്തെ റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ, 2018 മുതൽ 2025 വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ നടത്തിയ ഇടപാടുകൾ പൂർണ്ണമായും അന്വേഷിക്കണമെന്ന് SITയോട് കോടതി ആവശ്യപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അന്വേഷണ സംഘം ഇക്കാര്യങ്ങൾ പ്രത്യേകം പരാമർശിക്കണം, പരിശോധിക്കണം എന്ന കാര്യം കൂടി കോടതി ആവശ്യപ്പെടുന്നുണ്ട് എന്നതാണ്. അതായത് കൂടുതൽ കാലയളവിനെ കൂടി അന്വേഷണ പരിധിയിലേക്ക് കോടതി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഇന്ന് കോടതി നടത്തിയ ഒരു നിരീക്ഷണമാണ്. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് സംഘവുമായി ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം. പ്രത്യേകിച്ച് ഈ പുരാവസ്തുക്കൾ വിദേശങ്ങളിലേക്ക് കടത്തുന്ന സംഘവുമായി ഇതിൽ പങ്കുണ്ടോ? സുഭാഷ് കപൂർ സമാന കാലങ്ങളിൽ നടത്തിയിരുന്ന കുപ്രസിദ്ധനായ സുഭാഷ് കപൂർ നടത്തിയ തട്ടിപ്പുകളോട് സമാനമായ ചില സൂചനകൾ ഈ തട്ടിപ്പിലുണ്ട് എന്ന നിരീക്ഷണം കോടതി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലേക്ക് വരണം എന്ന സാഹചര്യമുണ്ട്. കോടതി നടത്തിയ നിരീക്ഷണം അതിപ്രധാനമാണ്. കാരണം ശബരിമലയിലെ സ്വർണം വിദേശത്തേക്ക് കടത്തപ്പെട്ടോ എന്ന സംശയം കൂടിയാണ് കോടതി പങ്കുവച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, പ്രത്യേക അന്വേഷണ സംഘം കോടതിക്ക് മുന്നിൽ നടത്തിയ ഒരു അഭ്യർത്ഥനയാണ്. അതായത് കൂടുതൽ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ്. എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്ന കാര്യം കണ്ടെത്തുന്നതിന് കൂടുതൽ ശക്തമായ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ്. അതിന് അനുമതി തേടിയിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. കോടതി ഈ അനുമതി നൽകിയിട്ടുണ്ട്. ഈ വരുന്ന 14 മുമ്പ്, അതായത് സീസൺ ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായി ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കണം, പരിശോധന പൂർത്തിയാക്കണം. ഇതിന് സമഗ്രമായ പരിശോധന അവിടെ ആവശ്യമാണ്. ഓരോ ചടങ്ങുകളിലെയും ശാസ്ത്രീയ പരിശോധന നടക്കണം. അതിൻ്റെ അളവെടുക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തട്ടിച്ചു നോക്കിക്കൊണ്ട് എത്ര അളവിൽ സ്വർണം നഷ്ടപ്പെട്ടു എന്നതിന് കണ്ടെത്താനുള്ള ശാസ്ത്രീയ പരിശോധനയാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. കോടതി അതിന് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, നിലവിൽ ഈ സ്ട്രോങ് റൂമിലുള്ള വാതിൽപ്പടി
വാതിൽ പാളി അത് ഒറിജിനൽ തന്നെയാണോ എന്നൊരു സംശയം കോടതി ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തിരികെ കൊണ്ടുവന്നത് ഒറിജിനൽ പാളി തന്നെയാണോ എന്ന സംശയവും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യവും അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നതാണ് കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണം. നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ നീക്കത്തോട് അന്വേഷണത്തിൻ്റെ സാഹചര്യങ്ങളോടൊക്കെ കോടതി പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് കോടതിയുടെ നിലപാട്. അതേസമയം ഗുരുതരമായ ചില നിരീക്ഷണങ്ങൾ കൂടി ഉണ്ടാവുന്നു. ശബരിമലയിലെ മിനിറ്റ്സുകൾ സൂക്ഷിക്കുന്നതിലടക്കം വലിയ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്ന നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഇതിനകം 2 റിപ്പോർട്ടുകളാണ് കോടതിക്ക് മുന്നിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം കൈമാറിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകൾ പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷേ കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്ന മുറയ്ക്ക് കൂടുതൽ കടുത്ത നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും ഉത്തരവിന്റെ ഭാഗമായി പുറത്തു വരാനാണ് സാധ്യത. 2018 മുതലുള്ള 25 വരെയുള്ള ഇടപാടുകളും പരിശോധിക്കണമെന്ന് പറയുമ്പോൾ അത് ഈ ഭരണസമിതിയെ കൂടി വെട്ടിലാക്കുന്ന തരത്തിൽ ഉള്ള നിരീക്ഷണവും നിർദ്ദേശവുമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് കോടതി വിലയിരുത്തുമ്പോൾ ഈ സ്വർണ്ണമോഷണ കേസിലെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്ത് പരിശോധന നടത്തുകയുണ്ടായി. നേരത്തെ അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് പരിശോധന നടന്നത്. അതേസമയം സ്വർണ്ണക്കൊള്ളയിലെ ഹൈക്കോടതി പരാമർശങ്ങൾ പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞത്. കുറ്റക്കാർ ആരായാലും ശിക്ഷിക്കപ്പെടണം. പ്രത്യേക അന്വേഷണ സംഘം നന്നായി കേസ് അന്വേഷിക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നത് സന്തോഷകരം ആണ്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം കൂടുതൽ പറയാമെന്നും മന്ത്രി പ്രതികരിച്ചു. ശരിയായ രൂപത്തിൽ അന്വേഷണം നടക്കുന്ന ഏറ്റവും സന്തോഷകരമല്ല, അത് നമ്മൾ ആഗ്രഹിച്ചത്. എന്താണെന്ന് പരിശോധിച്ചിട്ട് ഞാൻ പറയാം. അല്ലാതെ ഞാൻ കണ്ടില്ല. ഞങ്ങൾ പ്രത്യേക മീറ്റിംഗിലായിരുന്നു. കോടതി എന്താ പറഞ്ഞൊന്നും കേട്ടില്ല. അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കണ്ടില്ല. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം നന്നായി അത് അന്വേഷിക്കണം. എല്ലാ കാര്യവും വെളിയിൽ വരണം. അതുകൊണ്ടാണല്ലോ SIT ചുമതലപ്പെടുത്താൻ നമ്മൾ ഗവൺമെന്റ് പറഞ്ഞു. കോടതി അതിനെ അംഗീകരിച്ചു. ഹൈക്കോടതിയുടെ മേൽനോട്ടം നടക്കുന്നു. മുഴുവൻ റിപ്പോർട്ട് പുറത്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം പ്രതികരിക്കും. ഞാൻ നേരത്തെ തൊട്ട് അന്നും ഇന്നും ഒരുപോലെ പറയുന്നു. ആരായിരുന്നാലും X or Y എന്നാണ് ഞാൻ പറഞ്ഞത്. ആരായിരുന്നാലും SITയുടെ അന്വേഷണം ഭംഗിയായി നടക്കുന്നു. കോടതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്വേഷിച്ച് പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൃത്യമായ കാര്യമെല്ലാം അറിയാമല്ലോ. അതിനുവേണ്ടി അന്വേഷണം നിശ്ചയമായിട്ടും അതെന്താന്ന് കാണട്ടെ. അതെന്താ പറയാൻ പറ്റില്ല. അന്വേഷിച്ചേ പറയട്ടെ. ഇപ്പൊ കോടതി ഏതായിരുന്നാലും അന്തിമമായിട്ട് ഈ കാര്യത്തെ കുറിച്ചൊരു വിധിയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം പൂർണ്ണതയിലെത്തി റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കോടതി പരിശോധിച്ചതിന് ശേഷം കോടതി പറയില്ല. അന്നേരം നമുക്ക് ഈ കാര്യത്തെ കുറിച്ച് ഇക്കാര്യത്തിൽ ഗവൺമെന്റ് അഭിപ്രായം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണമെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ നിലപാട് ഘടിപ്പിക്കുകയാണ്. N വാസുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെടുന്നത്. വാസു കുടുങ്ങിയാൽ മന്ത്രിമാരും CPIM നേതാക്കളും കുടുങ്ങും. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള നിലവിലെ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ പ്രതിപക്ഷം അനുവദിക്കില്ല എന്നും സതീശൻ പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ സർക്കാർ കൊണ്ടുവരുന്ന ഓർഡിനൻസിൽ ഒപ്പിടരുത് എന്ന് ഗവർണറോട് അഭ്യർത്ഥിക്കുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. ലജ്ജാകരമായ അഴിമതികളും വെട്ടിപ്പുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന്റെ പല നടപടികളും സംശയാസ്പദമാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു എന്നും രാജീവ് ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു. ശബരിമലയിൽ നിന്ന് നമ്മൾ ദേശീയ വാർത്തകളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഇതാ രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ്. ബീഹാറിന് പിന്നാലെ ഹരിയാനയിലും വോട്ടുചോരി എന്ന ആരോപണം ആണ് ഇപ്പോൾ രാഹുൽ ഉന്നയിക്കുന്നത്. ഹരിയാനയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വോട്ടുകൊള്ള നടന്നു എന്ന ഗുരുതര ആരോപണം ആണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. ഓപ്പറേഷൻ സർക്കാർ വോട്ടുചോരി എന്നാണ് രാഹുൽ ഗാന്ധി ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തത്. ചില ദൃശ്യങ്ങളടക്കം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ കാണികൾക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഇന്നും വാർത്താ സമ്മേളനം നടത്തിയത്. ഹരിയാനയിലെ 2 കോടി വോട്ടർമാരിൽ 25 ലക്ഷം കള്ളവോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് 22 വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്ന ഗുരുതരമായ ആരോപണവും ഒരേ വീടിന്റെ വിലാസത്തിൽ 60 മുതൽ 500 വരെ വോട്ടുകൾ ചേർത്തതിന്റെ തെളിവുകളും ആണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കും എന്ന കേരള BJP നേതാവ് B ഗോപാലകൃഷ്ണന്റെ അവകാശവാദ വീഡിയോയും തെളിവുകളുടെ കൂട്ടത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരുന്നു. From their records, is from their voter list,
We have just checked it and cross-checked it and shown you what the reality of Indian democracy is. Who is this lady? How old is she? Which state does she come from? What's her name? She votes 22 times in Haryana. And she votes in 10 different booths in Haryana. And she's got multiple names. Seema, Sweetie, Saraswati, Rashmi, Vimla. This happens in 10 booths. That means that this is a centralized operation. That somebody fed this lady into the electoral list. യെസ്, ഇങ്ങനെ തെളിവുകളടക്കം നിർത്തിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനമായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയത്. ഇനി നമ്മൾ പോകുന്നത് പഞ്ച് ഡയലോഗിലേക്കാണ്. വോട്ട് ചോരിയെ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ തന്നെയാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗിൽ. There are thousands of these, where the entire large numbers of people are just picked up and they have the opportunity, because they belong to, are associated with the BJP, where they have the opportunity to be a voter in UP, to be a voter in Haryana, to be a voter in Madhepura, to be a voter in Varanasi. This option is available to the BJP. This is the vyavastha that man was talking about. Listen to this. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. He's saying it. He knows it. And we've proved it. You have any doubts? യെസ്, ഇതായിരുന്നു രാഹുൽ ഗാന്ധി തെളിവുകളടക്കം നിരത്തിയത്. ഒപ്പം മലയാളിയായിട്ടുള്ള BJP നേതാവിൻ്റെ പ്രതികരണമടക്കം കോട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. അതേസമയം എന്തുകൊണ്ട് ഈ ആരോപണങ്ങളുണ്ട് എങ്കിൽ കോടതിയെ സമീപിക്കുന്നില്ല രാഹുൽ ഗാന്ധി എന്ന മറുചോദ്യമാണ് BJP ചോദിക്കുന്നത്. ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഔദ്യോഗികമായി ലഭിച്ചിരുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നു. കിരൺ ബാബു നൽകും വിശദാംശങ്ങൾ. വോട്ടുചോരിയുടെ തുടർച്ചയായി ഓപ്പറേഷൻ സർക്കാർ വോട്ടുചോരി എന്ന ലേബലിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് അതീവ ഗുരുതരമായ ആരോപണമാണ്. ഹരിയാനയിൽ ആകെയുള്ള വോട്ടർമാർ 2 കോടിയാണെങ്കിൽ അതിൽ 25 ലക്ഷത്തോളം കള്ള വോട്ടുകൾ നടന്നു എന്നുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. ഈ കള്ളവോട്ടുകളുടെ കണക്കുകൾ അടക്കമാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി ആരോപണം ഉന്നയിച്ചത്. ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് 5,21,619, കള്ളവിലാസത്തിൽ ഒരേ വിലാസിൽ തന്നെ നിരവധി പേരുടെ വോട്ടുകൾ ചേർക്കുക, അത് 93,174, ബൾക്ക് വോട്ട് 19,26,351. ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം, ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ പേരിൽ ആ മോഡലിനെ 10 ബൂത്തുകളിലായി 22 സ്ഥലത്താണ് ആ മോഡലിൻ്റെ പടം ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത പേരുകളിലും വ്യത്യസ്ത വിലാസത്തിലുമായി വോട്ട് ചേർത്തിരിക്കുന്നത്. മറ്റു ചില ഫോട്ടോകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് 101 തവണയൊക്കെ വോട്ടർ പട്ടികയിൽ പേര് പല സ്ഥലത്തായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പല ബൂത്തുകളിലായി പല വിലാസിലായിട്ടാണ് ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3.5 ലക്ഷം ആളുകളുടെ വോട്ടാണ് അവിടെ വോട്ടുണ്ടായിരുന്ന, ഹരിയാനയിൽ വോട്ടുണ്ടായിരുന്ന 3.5 ലക്ഷത്തോളം ആളുകളുടെ വോട്ടാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിക്കളഞ്ഞത് എന്നതുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും അതീവ ഗുരുതരമായ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടിംഗ് പ്രക്രിയയിലടക്കം അതീവ ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ വോട്ടുചോരിയുടെ സുപ്രീം കോടതി പരിഗണനയിലിരിക്കുന്ന വോട്ടുചോരിയുടെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇതിൽ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ജ്ഞാനേഷ് കുമാറും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് എന്നതുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവരറിയാതെ ഇത്തരത്തിലേക്ക് ഒരു വോട്ട് തട്ടിപ്പ് വ്യാപകമായി നടക്കില്ല. ഹരിയാനയിൽ ആകെ നടന്ന 8 വോട്ടിൽ ഓരോട്ടെങ്കിലും ഇങ്ങനെ കള്ളവോട്ടാണ് എന്നതുകൂടി പറഞ്ഞു വെക്കുന്നു. ഇതിന് മറുപടിയായി BJP പ്രധാനമായും ഉന്നയിക്കുന്നൊരു വിഷയം, എല്ലാ തെരഞ്ഞെടുപ്പിനും തൊട്ടു മുമ്പായി തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികൾക്കും ഈ വോട്ടർ പട്ടിക ലഭിക്കുന്നതാണ്. ഈ വോട്ടർ പട്ടിക എന്തുകൊണ്ടാണ് കോൺഗ്രസ് പരിശോധിച്ചിട്ട് അന്ന് ഇങ്ങനെ ഒരു കള്ളവോട്ടുണ്ട് എന്നത് പറയാതിരുന്നത്? തെരഞ്ഞെടുപ്പ് നടന്നു, അതിൻ്റെ ഫലം വന്നു, അതിനുശേഷം മാസങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതും ആരോപണം ഉന്നയിക്കുന്നത് തൊട്ടടുത്ത ദിവസം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ബീഹാറിൽ പരാജയപ്പെട്ടു പോകും. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ
ഉത്തരവാദിത്തം ഈ വോട്ട് ചോരിയിൽ ആരോപിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തന്ത്രമാണ് എന്നതുകൂടി അവർ പറഞ്ഞു വെക്കുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം ഗൗരവമുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ സത്യമാണെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് ഗൗരവമായ പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നത് തന്നെയാണ്. ജനാധിപത്യ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കുന്നതാണ്. അടിയന്തരമായി തന്നെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം അന്വേഷിക്കുന്ന ഏതു മനുഷ്യനും കൗതുകമുണർത്തുന്ന അല്ലെങ്കിൽ ആകാംക്ഷ ഉണർത്തുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുകയോ പേടിപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന വലിയ വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു മറുപടി ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. യെസ്, എന്തായാലും വലിയ വിവാദത്തിന് തിരികൊളുത്തുന്ന മറ്റൊരു പരാമർശം, തെളിവുകളടക്കമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പുറത്തുവിടുന്നത്. അതാകട്ടെ ബീഹാർ നാളെ വിധിയെഴുതാനിരിക്കെയാണ് ഹരിയാനയിലും ഈ ബോംബ് പൊട്ടിക്കുന്നത്. ബീഹാറിലെ 121 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട വിധിയെഴുത്ത്. ഇന്ത്യ സഖ്യത്തിനും NDAയ്ക്കും ഒരുപോലെ നിർണായകമാണ് ആദ്യഘട്ടം. വാർത്തയുടെ വിശദാംശങ്ങളുമായി MG രേണുകയാണ് ചേരുന്നത്. രേണുക, ഈ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദ്യഘട്ടം പ്രത്യേകിച്ച് മഹാസഖ്യത്തിന് നിർണായകമാകുന്നുണ്ട്. 121 സീറ്റുകൾ വിധിയെഴുതുന്നു. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അഭിലാഷ്, രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കുകയാണ്. എല്ലാ വിധത്തിലുമുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായിരിക്കുകയാണ്. നാളെ 121 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. 1314 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 122 വനിതാ സ്ഥാനാർത്ഥികളും ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിരിക്കുന്നു. സമാധാനപൂർണ്ണമായ ഒരു തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പു നൽകുകയാണ്. പ്രധാനപ്പെട്ട തേജസ്വി യാദവ്, മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ RJD നേതാവ് തേജസ്വി യാദവ് ഉൾപ്പെടെ ഉള്ളവർ നാളെ ഈ വിധി തേടുന്നവരിൽ പ്രധാനികളാണ് എന്നത് നമ്മൾ കാണണം. കഴിഞ്ഞ തവണ ഈ 121 സീറ്റിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അവിടെ മത്സരത്തിൽ 61 സീറ്റിൽ മഹാസഖ്യം വിജയം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ മഹാസഖ്യത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സീറ്റുകളാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകൾ എന്നതുകൂടി കാണണം. BJPയുടെ നിലവിലെ 16 മന്ത്രിമാർ നാളെ ജനവിധി തേടുന്നവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. NDAയുടെ 16 മന്ത്രിമാർ ജനവിധി തേടുന്നവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ കാണണം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒന്നാം ഘട്ടം. 2 ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാർ ഉൾപ്പെടെയുള്ളവരാണ് ഉപമുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരാണ് നാളെ ജനവിധി തേടുന്നവരിൽ ഉള്ളത്. രാഘോപൂരിൽ നിന്നാണ് തേജസ്വി യാദവ് മത്സര രംഗത്തേക്ക് എത്തുന്നത്. എന്തായാലും വലിയ ശക്തമായ പ്രചരണ ദിനങ്ങളാണ് ബീഹാറിനെ സംബന്ധിച്ച് കടന്നുപോയിരിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ വാഗ്ദാന പെരുമഴ തന്നെ ഇരു മുന്നണികളും ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിരുന്നു എന്ന് നമ്മൾ കാണണം. പ്രധാനമായും വികസനവും അടിസ്ഥാന സൗകര്യ വികസനവും ഒക്കെ ഉയർത്തി ഭരണ തുടർച്ച, ഡബിൾ എഞ്ചിൻ സർക്കാർ തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് NDA മുന്നോട്ട് വെച്ചിരുന്നത് എങ്കിൽ മറുപക്ഷത്ത് മഹാസഖ്യം കൂടുതൽ തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടും ഡയറക്റ്റ് ബെനഫിറ്റ് ജനങ്ങളിലേക്ക് എത്തുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ടും ഉള്ള പ്രചരണ രീതികളാണ് ആവിഷ്കരിച്ചിരുന്നത്. മായി ബഹിൻ മാൻ യോജന എന്ന 30,000 രൂപ സ്ത്രീകളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു പദ്ധതി അവസാന നിമിഷം തേജസ്വി യാദവ് പ്രഖ്യാപിച്ചത് സഖ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത്തരമൊരു പ്രഖ്യാപനം തേജസ്വി നടത്തിയത്. ബീഹാർ പകുതി എഴുതി കൊടുക്കും എന്ന ഒരു വാഗ്ദാനം നടത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് NDA അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനെയുള്ള വലിയ വലിയ പ്രഖ്യാപനങ്ങൾ മഹാഗഡ്ബന്ധന്റെ ഭാഗമായി വരുമ്പോൾ അങ്ങനെ പ്രഖ്യാപനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടി ബീഹാറിൽ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിധിയെഴുത്താണ് നാളെ നടക്കാൻ പോകുന്നത്. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി ഹരിയാനയിൽ നടന്ന വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനം പോലും ബീഹാർ തെരഞ്ഞെടുപ്പ് ഇന്ന് പരസ്യപ്രചരണം കഴിഞ്ഞ് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ് ആ വലിയ വെളിപ്പെടുത്തലുകൾ വരുന്നത്. വാശിയും നിറഞ്ഞ ഒരു പോരാട്ടം, ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം, കൊട്ടിക്കലാശം. അതിനൊടുവിൽ ബീഹാറിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാൻ പോകുന്നു. വിശദാംശങ്ങൾ നൽകിയത് MG രേണുക. അതേസമയം തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ TVKയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോക്കാം ഇടവേളയ്ക്ക് ശേഷം. ദളപതി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. തമിഴക വെട്ടിക്കഴകത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയെ തീരുമാനിച്ചു. മഹാബലിപുരത്ത് ചേർന്ന TVK ജനറൽ കൗൺസിലാണ് പ്രമേയം പാസാക്കിയത്. കരൂർ ദുരന്തത്തിന് പിന്നാലെ സജീവമാവുകയാണ് TVKയും അതോടൊപ്പം തന്നെ വിജയ്. കരൂർ ദുരന്തത്തിന് ശേഷം
TVKയുടെയും വിജയുടെയും രാഷ്ട്രീയ ഭാവി അവസാനിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങേണ്ടി വരും. വിജയന് ഇനി രാഷ്ട്രീയത്തിൽ തിരിച്ചു വരാൻ എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ തള്ളിക്കൊണ്ടുള്ള വാർത്തയാണ് ഇന്ന് മഹാബലിപുരത്ത് നടന്ന TVKയുടെ ജനറൽ കൗൺസിലിന് ശേഷമുള്ള പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നത്. TVKയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വിജയനെ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനം TVK എടുക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഖ്യത്തിലേക്ക് തങ്ങളില്ല എന്നുള്ളതാണ്. പലതരത്തിലുള്ള രാഷ്ട്രീയ മാനങ്ങൾ അതിനകത്ത് ഉണ്ടാവുകയാണ്. ഒന്ന്, ഏത് വിഷയമാണോ കരൂർ ദുരന്തമാണ് വിജയ്ക്കെതിരെ TVKക്കെതിരെ വലിയ ആയുധമാക്കി മാറ്റാൻ DMK ശ്രമിച്ചതെങ്കിൽ അതേ കരൂർ ദുരന്തം മുന്നിൽ വെച്ചുകൊണ്ട് DMK നേരിടും എന്ന് പറയാതെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് വിജയ്. കരൂർ ദുരന്തം ഉണ്ടാക്കിയത് DMKയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, അതായത് ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ വീണ്ടും വിജയ് ആവർത്തിക്കുന്നു. നിയമപരമായും രാഷ്ട്രീയപരമായും അതിനെതിരെ പോരാടും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സ്ലോഗനുകളിലും പോസ്റ്ററുകളിലുമൊക്കെ TVKയുടെ പ്രധാന ആയുധം, പ്രധാന അജണ്ട കരൂർ ദുരന്തം തന്നെയാകുമെന്നതിൽ തർക്കമില്ല. സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളടക്കം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേൾക്കുന്നില്ലേ എന്നൊക്കെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വിജയ് ചോദിക്കുന്നത്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം സഖ്യത്തിലേക്കില്ല എന്നുള്ള വിജയുടെ തീരുമാനമാണ്. AIADMK സഖ്യമുണ്ടാകും എന്നുള്ള പലതരം അഭ്യൂഹങ്ങൾ വന്നിരുന്നു. അതെല്ലാം കാറ്റിൽ പറത്തുകയാണ് വിജയ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ AIADMKക്ക് എന്താകും ഭാവി എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഒപ്പം കരൂർ ദുരന്തത്തിന് ശേഷം DMK നേരിടാൻ, രാഷ്ട്രീയ നടപടികൾ നേരിടാൻ, നിയമ നടപടികൾ നേരിടാൻ BJPയുമായി കൂട്ടുകൂടേണ്ടി വരും വിജയ്ക്ക് എന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അതിനും തൽക്കാലത്തേക്ക് അവസാനമായിരിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വിജയ് പോകുന്നില്ല. ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ എന്തെങ്കിലും സഖ്യമുണ്ടാവുകയാണെങ്കിൽ അതപ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യവുമായിരിക്കും. ഏതെങ്കിലും തരത്തിൽ കരൂർ ദുരന്തത്തിന് ശേഷം അങ്ങനെ ഒരു സഖ്യം വിജയ് ഉണ്ടാക്കാൻ നിർബന്ധിതനായിരുന്നെങ്കിൽ, TVK അങ്ങനെ ഒരു സഖ്യത്തിലേക്ക് പോയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും BJPക്കെതിരെ അടക്കം വിജയ് സിനിമകളിലൂടെ ഉയർത്തിയ മാസ് ഡയലോഗുകൾ പോലും സ്റ്റാലിൻ്റെ ടീം വലിയ തരത്തിൽ ആയുധമാക്കി ഉപയോഗിച്ചതന്നെ. സ്വാഭാവികമായിട്ടും ജനങ്ങളെ വിജയ് വഞ്ചിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും അഴിച്ചുവിട്ടന്നെ. അതിൽ നിന്നൊക്കെ വിജയ്ക്ക് തെരഞ്ഞെടുപ്പ് വരെ രക്ഷപ്പെടാനുള്ള വഴി കൂടിയാണ്, വാതിൽ കൂടിയാണ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ TVK തുറന്ന്. അങ്ങനെ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ TVKയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തമിഴ്നാട്ടിൽ സിനിമയും രാഷ്ട്രീയവും രണ്ടല്ല, അത് രണ്ടും ഇഴചേർന്ന് നിന്നിരുന്ന ഇന്നലകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും വിജയ് ചരിത്രം എഴുതുമോ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടറിയാം. അതേസമയം നമ്മൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് പോകുമ്പോൾ വിജയ് ചരിത്രം എഴുതിയാലും ഇല്ലെങ്കിലും അമേരിക്കയിൽ ചരിത്രം പിറന്നിരിക്കുന്നു. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ സൊഹ്റാൻ മംദാനിക്ക് ചരിത്ര വിജയം. മുൻ ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ കുമോയെ വൻ മാർജിനിൽ പരാജയപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തത്. ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനും മുസ്ലിം മതസ്ഥനും ആണ് മംദാനി. US തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റു നഗരങ്ങളിലും ട്രംപിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികളുടെ വിജയം. പ്രതീക്ഷകൾ തെറ്റിയില്ല. ന്യൂയോർക്കിലെ ആദ്യ മുസ്ലിം മേയറായി സൊഹ്റാൻ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ, ആദ്യ സൗത്ത് ഏഷ്യൻ വംശജൻ, ആദ്യ റാപ്പ് ഗായകൻ, ആദ്യ സോഷ്യലിസ്റ്റ് എന്നീ പ്രത്യേകതകളും മംദാനിക്കുണ്ട്. ആഫ്രിക്കയിൽ ജനിക്കുന്ന ആദ്യ ന്യൂയോർക്ക് മേയർ കൂടിയാണ് അദ്ദേഹം. ആദ്യമായാണ് ഇത്ര പ്രായം കുറഞ്ഞ ഒരാൾ ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 50%-ലധികം വോട്ട്, അതായത് ആദ്യഘട്ട വിലയിരുത്തൽ അനുസരിച്ച് 10,35,646 പേർ മംദാനിക്ക് അനുകൂലമായി വിധി എഴുതി. എതിർ സ്ഥാനാർത്ഥിയായ മുൻ ന്യൂയോർക്ക് മേയർ ആൻഡ്രൂ കുമോയ്ക്ക് വേണ്ടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രചരണ രംഗത്ത് ഇറങ്ങിയിട്ടും ഫലമുണ്ടായില്ല. ആകെ 41% വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. കറുത്ത വംശജരും മുസ്ലിം മതസ്ഥരും തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ മംദാനിക്ക് വലിയ ഭൂരിപക്ഷം ലഭിച്ചു. ഇസ്രയേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിട്ടും ജൂതവംശജരും അദ്ദേഹത്തെ തുണച്ചു. തനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞ സൊഹ്റാൻ മംദാനി ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിലെ വരികൾ ഉദ്ധരിച്ച് പറഞ്ഞു. Standing before you, I think of the words of Jawaharlal Nehru. A moment comes but rarely in history when we step out from the old to the new, when an age ends and when the soul of a nation long suppressed finds utterance. Tonight we have stepped out from the old into the new.
ന്യൂയോർക്ക് കുടിയേറ്റക്കാരുടെ നഗരമാണ്. ഇനി ഇവിടെ നയിക്കാൻ പോകുന്നതും ഒരു കുടിയേറ്റക്കാരനാണെന്ന് അദ്ദേഹം തന്റെ വിജയപ്രസംഗത്തിൽ സൂചിപ്പിച്ചു. New York will remain a city of immigrants, a city built by immigrants, powered by immigrants, and as of tonight, led by an immigrant. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം രാജ്യത്ത് നടന്ന പ്രധാന തെരഞ്ഞെടുപ്പുകളിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. വെർജീനിയയിലും ഡിട്രോയിറ്റിയിലും ആദ്യമായി 2 വനിതാ സ്ഥാനാർത്ഥികളും ഈ മേയർ തെരഞ്ഞെടുപ്പിൽ യുഎസിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. അബിഗേൽ സ്പാൻബർഗർ, മേരി ഷെഫീൽഡ് എന്നീ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികളാണ് ചരിത്രം തിരുത്തിയത്. ന്യൂജേഴ്സി മേയറായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി മിക്കി ഷെറിനും വിജയിച്ചു. വെർജീനിയ ലഫ്റ്റനന്റ് ഗവർണർ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ഇന്ത്യൻ വംശജയായ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഗസാല ഷാഹ്മിയും വിജയം തൊട്ടു. ആദ്യമായാണ് ഒരു മുസ്ലിം മതസ്ഥയായ സ്ത്രീ യുഎസിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. തന്റെ പേര് ബാലറ്റിൽ ഇല്ലാതിരുന്നതും അമേരിക്കൻ ഷട്ട്ഡൌണുമാണ് തോൽവിക്ക് കാരണമായതെന്നായിരുന്നു ട്രംപിന്റെ വിചിത്ര ന്യായീകരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. യെസ്, ഇനി നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ്. അതിനിടയിലാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയാണ് സർക്കാർ. ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായിട്ടുള്ളത്. BJP ഒഴികെയുള്ള പാർട്ടികൾ നിയമവഴി തേടാനുള്ള സർക്കാർ തീരുമാനത്തെ പിന്തുണച്ചു. 2002 പട്ടിക അടിസ്ഥാനമാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള നീക്കം അശാസ്ത്രീയവും ദുരുദ്ദേശപരവുമാണ് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. പശ്ചിമ ബംഗാളിന്റെയും തമിഴ്നാടിന്റെയും മാതൃകയിൽ SIR-നെതിരെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സംസ്ഥാനത്തിന്റെയും തീരുമാനം. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കും. രാഷ്ട്രീയ പാർട്ടികൾ, BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നിലയിലും ഈ കേസിൽ കക്ഷി ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സുപ്രീം കോടതിയിൽ പോകണമെന്ന നിർദ്ദേശം സർവകക്ഷി യോഗത്തിൽ വച്ചത്. പ്രതിപക്ഷ VD സതീശൻ അടക്കമുള്ള മറ്റ് പ്രധാനപ്പെട്ട BJP ഇതര രാഷ്ട്രീയ പാർട്ടികളിലെ മുഴുവൻ പേരും ആ തീരുമാനത്തോട് യോജിക്കുകയായിരുന്നു. സർക്കാർ എന്ന നിലയിൽ മുന്നോട്ട് പോകും. രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ കക്ഷി ചേരും. CPM-ന് വേണ്ടി MV ഗോവിന്ദനും പങ്കെടുത്തു. അദ്ദേഹവും ഈ നിലപാടാണ് അറിയിച്ചത്. ഏതായാലും വോട്ടർ പട്ടിക തീവ്ര പരിശോധന നിയമപരമായി ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിലും പിന്നീട് വ്യക്തമാക്കിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ SIR ചോദ്യം ചെയ്യാനുള്ള നിയമോപദേശം സർക്കാർ എന്ന നിലയിലും ലഭിച്ചിട്ടുണ്ട്. ഈ നിയമോപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാകും സർക്കാരിന്റെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതുക്കിയ വോട്ടർ പട്ടിക നിലവിലിരിക്കെ 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള നീക്കം അശാസ്ത്രീയവും ദുരുദ്ദേശപരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2002 തെരഞ്ഞെടുപ്പ് പട്ടിക ആധാരമാക്കി വോട്ടർ പട്ടിക പരിഷ്കരിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ നിരവധിയാണ്. SIR പ്രത്യേക ഉദ്ദേശത്തോടെ നടപ്പാക്കുന്നതാണെന്നുള്ള ആശങ്ക വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ യോഗത്തിൽ മുന്നോട്ട് വച്ചു. മുഖ്യമന്ത്രി പങ്കുവച്ച ഉത്കണ്ഠയോട് പൂർണ്ണമായും യോജിക്കുന്നുവെന്നും കോടതിയിൽ പോയാൽ കേസിൽ കക്ഷി ചേരാൻ തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നടപടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി. അങ്ങനെ കേന്ദ്രത്തിന്റെ SIR നീക്കത്തിനെതിരെ സംസ്ഥാനം, BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ പോവുകയാണ്. ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR നടപടികളുമായി മുന്നോട്ട് പോകുന്നു. എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വോട്ടുകൾ ചേർത്ത് തുടങ്ങി. അതിനോട് സഹകരിക്കുമ്പോൾ തന്നെ നിയമപരമായി നേരിടാനുള്ള വഴികൾ കൂടി സർക്കാർ തേടുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിലേക്ക് വിട്ടു നൽകാൻ കഴിയില്ലാത്ത നിലപാട് നേരത്തെ വലിയ വിവാദമായിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ഇത് സംബന്ധിച്ച ഉത്തരവുകളിലൂടെ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. പക്ഷേ ഇരുവരും 2 കാര്യങ്ങളും ബാധിക്കാത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഏതായാലും ഇനി നിയമ വഴിയിലേക്ക് തന്നെയാണ് സംസ്ഥാനവും നീങ്ങുന്നത്. യെസ്, സംസ്ഥാന സർക്കാർ ഇങ്ങനെ നിയമവഴിയിലേക്ക് പോകുമ്പോൾ SIR-ന് പിന്തുണയ്ക്കുകയാണ് സീറോ മലബാർ സഭ. BLOമാർ വീട്ടിലെത്തുമ്പോൾ സഹകരിക്കണമെന്നാണ് വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രവാസികളും SIR ഫോമുകൾ പൂരിപ്പിച്ച് നൽകണമെന്ന് സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കാൻ ജില്ലാ കളക്ടർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കെൽക്കറുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ യോഗത്തിലായിരുന്നു കമ്മീഷണറുടെ നിർദ്ദേശം. തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാകാത്ത രീതിയിൽ വേണം വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്താനെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ ജില്ലാ കളക്ടർമാരോട് നിർദ്ദേശിച്ചു.
അതേസമയം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ മുന്നണികളിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളെല്ലാം സജീവമാണ്. ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും നേതാക്കൾ പടലപ്പിണക്കങ്ങളിൽ ഏർപ്പെടുമോ എന്നത് സംബന്ധിച്ച് നേതൃത്വത്തിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിരീക്ഷണ സംവിധാനത്തെ ഏർപ്പെടുത്തുകയാണ് കോൺഗ്രസ്. നേതാക്കളുടെ ഇടപെടലും പങ്കാളിത്തവും ആണ് നിരീക്ഷിക്കാൻ AICC ഒബ്സർവേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുള്ളത്. ഹൈക്കമാൻഡ് ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേതാക്കളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച സമഗ്ര റിപ്പോർട്ടായിരിക്കും നിരീക്ഷക സംഘം AICCക്ക് കൈമാറും. കാലുവാരലും വിഭാഗീയ പ്രവർത്തനങ്ങളും നടത്തുന്ന നേതാക്കളെ നിരീക്ഷിക്കുകയാണ് ഹൈക്കമാൻഡ് നിയോഗിച്ച ഒബ്സർവേഷൻ ടീമിന്റെ പ്രധാന ദൗത്യം. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഉൾപ്പെടെയുള്ള നഗരസഭകളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും നേതാക്കളുടെ ഇടപെടലുകളും സൂക്ഷ്മമായി നിരീക്ഷക സംഘം വിലയിരുത്തും. എല്ലാ ജില്ലകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ നിരീക്ഷക സംഘം AICC പ്രതിനിധിക്ക് കൈമാറും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. ചുമതലകളിൽ ബോധപൂർവം വീഴ്ച വരുത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചേർക്കലിലും വോട്ടുറപ്പിക്കലിലും നേതാക്കളുടെ സജീവ ഇടപെടൽ വേണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. 2026 അഭിമാന പോരാട്ടത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന നേതാക്കളുടെ പ്രവർത്തനങ്ങൾ മാനദണ്ഡമായി മാറുമെന്നാണ് AICC നേതൃത്വം നൽകുന്ന സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. അങ്ങനെ കോൺഗ്രസിന് ഒരു നിരീക്ഷണ സംഘം ഉള്ളതുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു നിരീക്ഷണ സംഘം എന്തായാലും BJPയിലില്ല. അതുകൊണ്ടാകാം BJPയിൽ പോര് തുടരുന്നത്. നിയമത്തിന് പിന്നാലെ വട്ടിയൂർക്കാവിലും BJPയിൽ പോര്. 7 വാർഡുകളെ സ്ഥാനാർത്ഥി നിർണയത്തിലാണ് തർക്കം. പലയിടങ്ങളിലും ഒന്നിലധികം പേർ സ്ഥാനാർത്ഥികൾ ആകാൻ രംഗത്തുണ്ട്. വട്ടിയൂർക്കാവിന് പുറമെ പെരുന്താനി, വഞ്ചിയൂർ, ഫോർട്ട്, മണക്കാട്, ശ്രീവരാഹം വാർഡുകളിലും തർക്കം രൂക്ഷമാണ്. നിയമത്തിന് പിന്നാലെ വട്ടിയൂർക്കാവിലും BJPയിൽ സ്ഥാനാർത്ഥി മോഹികളുടെ തിരക്കാണ്. തിക്കിത്തിരക്കും ബഹളവുമാണ്. അത് പാർട്ടിയിൽ കലാപമായി മാറുന്നു. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട നെട്ടയം, പാതിരപ്പള്ളി, കുടപ്പരക്കുന്ന്, വാഴോട്ടുകുണം, തുരുത്തുമൂല, കൊടുങ്ങാനൂർ, വട്ടിയൂർക്കാവ് വാർഡുകളിലാണ് വലിയ തർക്കമുള്ളത്. പലയിടങ്ങളിലും ഒന്നിലധികം പേർ സ്ഥാനാർത്ഥികളായുണ്ട്. പ്രാദേശിക നേതാക്കളുടെയും പ്രാദേശിക വികാരവും അവഗണിച്ച് സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചാൽ വിമത ഭീഷണി ഉയർത്തി റിബലായി മത്സരിക്കുമെന്ന മുന്നറിയിപ്പ് നേതൃത്വത്തിന് പലരും നൽകുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ ആണ് BJPയുടെ മുൻ ജില്ലാധ്യക്ഷൻ കൂടിയായ മേയർ സ്ഥാനാർത്ഥിയായ VV രാജേഷ് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. അവിടെയും വലിയ തർക്കങ്ങളുണ്ട്. അവിടെ ഒന്നിലധികം പേരുകളുണ്ട്. കൊടുങ്ങാനൂർ വാർഡിൽ മുൻ കൌൺസിലർ പത്മ മത്സരിക്കാൻ ഒരുങ്ങുന്നു. 10 മത്സരിച്ചാൽ അവിടെ റിബലായി സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുമെന്നും ബൂത്ത് പ്രസിഡന്റുമാരടക്കം രാജിവെക്കുമെന്ന മുന്നറിയിപ്പാണ് ഉള്ളത്. ഇതിനു പുറമെ തിരുവനന്തപുരം മണ്ഡലത്തിലെ മണക്കാട്, ശ്രീവരാഹം, അതുപോലെ തന്നെ നിയമമണ്ഡലത്തിലെ ആറ്റുകാൽ വാർഡുകളിലും വലിയ തർക്കമാണ്. ശ്രീകണ്ഠേശ്വരം അടക്കമുള്ള വാർഡുകളിലും ഒന്നിലധികം പേരുകൾ. പെരുന്താനിയിലും സമാന പ്രശ്നമുണ്ട്. വഞ്ചിയൂർ, ഫോർട്ട് വാർഡുകളിലും സ്ഥാനാർത്ഥികൾ ആകാൻ ഉള്ള തള്ളിക്കയറ്റമുണ്ട്. ഇത് വലിയ തർക്കത്തിനും സംഘടനാ പ്രശ്നങ്ങൾക്കും വഴിവെക്കുകയാണ്. ഇന്നലെ BJPയുടെ നിയമം ഏരിയ പ്രസിഡന്റ് ജയകുമാർ രാജിവെച്ചിരുന്നു. അവിടെ MR ഗോപനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി. MR ഗോപൻ സ്വയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങി. അതിൽ പ്രതിഷേധിച്ചാണ് രാജി ഉണ്ടായത്. അവിടെ ദീപിക എന്ന നിലവിലെ കൌൺസിലർ മത്സരിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. പക്ഷേ ആ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അവിടെ MR ഗോപൻ തന്നെ മത്സരിക്കും. ഒരു വിധത്തിൽ സംഘടനാ പ്രശ്നമില്ലെന്ന വാദമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഈ തർക്കങ്ങൾ തന്നെയാണ് BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാനുള്ളൊരു കാരണം. ഇന്ന് BJPയുടെ പദയാത്ര നിയമമണ്ഡലത്തിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷനും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും മറ്റു മണ്ഡലങ്ങളിൽ നിന്നും പദയാത്ര ആരംഭിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരം സംഘടനാ പ്രശ്നങ്ങൾ BJPക്ക് തലവേദന ഉണ്ടാക്കുന്നത്. അങ്ങനെ BJPക്കകത്ത് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചെറിയ കലഹമുണ്ട്. അതേസമയം ഇനിയിപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങളും പ്രതിഷേധങ്ങളും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുമെല്ലാം സജീവമാകുന്ന സമയമാണ്. ഇതിനിടെ കൊല്ലത്ത് റോഡ് തടഞ്ഞുകൊണ്ട് UDFന്റെ ഒരു സമ്മേളനം നടന്നു. കോർപ്പറേഷന് മുന്നിലായിരുന്നു UDFന്റെ കുറ്റപത്ര സമർപ്പണ സമ്മേളനം നടന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പങ്കെടുത്ത സമ്മേളനം ആയിരുന്നു. കോർപ്പറേഷന് മുന്നിലെ ഒരു റോഡിന് കുറുകെ ആയിരുന്നു ഇവിടെ വേദി തയ്യാറാക്കിയത് എന്നതാണ് ഈ റോഡ് തടയുന്ന അല്ലെങ്കിൽ ഗതാഗതം തടയുന്ന തരത്തിലേക്ക് ഈ സമ്മേളനം എത്തിയത്. ബസ് ഉൾപ്പെടെ മറ്റൊരു റോഡിലൂടെയാണ് ഈ സമയത്ത് കടത്തിവിട്ടത്. കുറെ കാലം ഈ മുനിസിപ്പാലിറ്റി, കൊല്ലം മുനിസിപ്പാലിറ്റിയുടെ
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ. അതേസമയം രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അഭിമാനകരമായ ഒരു നേട്ടമായിരുന്നു ഇന്ത്യയിലെ വനിതാ താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ കൈവരിച്ചത്. ലോക കിരീടത്തിൽ അവർ ആദ്യമായി മുത്തമിട്ടു. അങ്ങനെയുള്ള താരങ്ങളെ ആദരിച്ചു പ്രധാനമന്ത്രി. ചരിത്രമെഴുതി വനിതാ ലോകകപ്പ് കിരീടം ആദ്യമായി സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അറിയിക്കുന്നതിന് പുറമെ ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ആയിരുന്നു ലോക ചാമ്പ്യന്മാരായ ടീമുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. MG മിഥുനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, എപ്പോഴായിരുന്നു കൂടിക്കാഴ്ച? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, വൈകിട്ടോടു കൂടിയാണ് ഇന്ത്യൻ താരങ്ങൾ, ചരിത്രമെഴുതിയ ഇന്ത്യൻ വനിതകൾ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഏകദേശം 1 മണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടു നിൽക്കുകയും ചെയ്തു. മുൻകാലങ്ങളിലും സമാനമായ രീതിയിൽ ലോകകപ്പ് നേടിയാൽ ആ ടീം അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായും പിന്നാലെ രാഷ്ട്രപതിയുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്താറുള്ളത് പതിവാണ്. അതിനുശേഷം ഈ ലോകകപ്പ് വിജയം സ്വന്തമാക്കിയതിന് പിന്നാലെ തന്നെ നരേന്ദ്രമോദി ഈ താരങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി, അവരെ നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിപ്പിക്കുന്നതിന് വേണ്ടി അവരെല്ലാം തന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തിയത്. പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിലായിരുന്നു ഇവർ വന്നത്. ഒപ്പം തന്നെ ഈ ലീഗ് ഘട്ടത്തിൽ ഇന്ത്യയുടെ നട്ടെല്ലായി മാറിയിരുന്ന പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊക്കെ സ്കോറിംഗ് നടത്തിയ പ്രതിക റാവലിന് പരിക്കേറ്റ് പുറത്തായതായിരുന്നു. പിന്നീട് ശസ്ത്രക്രിയയൊക്കെ നടത്തുകയും ചെയ്തായിരുന്നു. ആ താരത്തെയും കൂടി ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉൾപ്പെടുത്തിയിരുന്ന താരവും എത്തി. ഇത്തരത്തിൽ അതിമനോഹരമായ രീതിയിലായിരുന്നു അവർ ഈ ഒരു കൂടിക്കാഴ്ചയെ കാണുകയും ചെയ്തു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നമോ എന്നെഴുതിയ ടീഷർട്ട്, ഇന്ത്യയുടെ ജേഴ്സി കൈമാറുകയും ചെയ്തു. വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു വിരുന്നായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി ഒരുക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ നാളെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഇത്തരത്തിൽ താരങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ഭവനിലാണ് വെച്ചാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തുക. ഉച്ചയ്ക്ക് ശേഷമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമയം ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം താരങ്ങളെ രാഷ്ട്രപതി ഭവനിലേക്ക് ക്ഷണിച്ചതായിട്ടുള്ള ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള സമയമടക്കമുള്ള കാര്യങ്ങൾ വരും നിമിഷങ്ങളിൽ ലഭ്യമാകുമെന്നാണ് കരുതുകയും ചെയ്തത്. എന്തായാലും 52 റൺസിനായിരുന്നു ഇന്ത്യൻ വനിത ആദ്യമായി ലോകകപ്പിൽ മുത്തമിടുന്നത്. ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു. 2005-ലും ഒപ്പം തന്നെ 2017-ലും കപ്പിന് തൊട്ടടുത്തെത്തിയെങ്കിൽ പോലും തന്നെ അത് വഴുതിപ്പോയതായിരുന്നു. 2017-ൽ ഏറെ വിഷമമുണ്ടാക്കിയ മത്സരം തന്നെയായിരുന്നു. 9 റൺസിന് മാത്രമായിരുന്നു അന്ന് ഇന്ത്യൻ വനിതകൾ ഇംഗ്ലണ്ടിനോട് പരാജയം അറിയുകയും ചെയ്തത്. അതിന് പിന്നാലെ ഏകദേശം 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മറ്റൊരു ഫൈനലിലേക്ക് അവർ കയറുകയും ആ കപ്പുമായി തന്നെ ഹർമൻപ്രീത് ഒപ്പം തന്നെ സംഘവും എത്തിയത്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി അവരെ കാണുകയും ഒപ്പം തന്നെ ഹസ്തദാനം നൽകുകയും അവരെ ഇനിയുള്ള മത്സരങ്ങളിൽ അവരെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. തീർച്ചയായും ഇന്ത്യൻ വനിതകൾ നമുക്കെല്ലാവർക്കും അഭിമാനമായി മാറിയ നിമിഷം ആയിരുന്നു. അങ്ങനെയുള്ള വനിതകളെ ആണ് പ്രധാനമന്ത്രി ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് വിരുന്ന് ഒരുക്കുകയും ചെയ്തത്. അങ്ങനെ ക്രിക്കറ്റിൽ കിരീടം ചൂടുന്ന വനിതകളെ മാത്രം ആദരിച്ചാൽ പോരാ, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ മാത്രം മുഖവിലക്കെടുത്താൽ പോരാ. മറിച്ച് വിവാഹ സമയത്ത്, പ്രത്യേകിച്ച് 2ാം വിവാഹ സമയത്ത് ആദ്യ ഭാര്യയുടെ വാക്കുകളും കേൾക്കണമെന്നാവശ്യപ്പെടുകയാണ് കോടതി. മുസ്ലിം പുരുഷന്റെ 2ാം വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യ ഭാര്യയുടെ ഭാഗം കേൾക്കണമെന്ന സുപ്രധാന നിരീക്ഷണവുമായി ഹൈക്കോടതി. ആദ്യ ഭാര്യ 2ാം വിവാഹത്തെ എതിർത്താൽ വിവാഹ രജിസ്ട്രേഷൻ അനുവദിക്കരുത് എന്നും കോടതി നിർദ്ദേശിച്ചു. മുസ്ലിം യുവാക്കൾക്ക് 2ാമത്തെ വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യ ഭാര്യയെ കൂടി കേൾക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും 2ാമത്തെ വിവാഹം 2008-ലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണമെന്ന സാഹചര്യമുണ്ടെങ്കിൽ, അതിൽ ആദ്യ ഭാര്യയുടെ വിയോജിപ്പുണ്ടെങ്കിൽ അത് കേൾക്കണം, അത് കോടതിയിലെത്തണം. അതിൽ രജിസ്ട്രാർക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതിയുടെ നിർദ്ദേശം. അതായത് ആദ്യ ഭാര്യയുടെ മാനസിക ബുദ്ധിമുട്ടുകളെ കാണാതെ പരിഗണിക്കാതെ പോകാനാകില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ അവരുടെ അനുമതി തേടണം. അതിൽ അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ അക്കാര്യവും പരിഗണിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിന്റെ ഉത്തരവ്. അങ്ങനെയാണ്. എന്തായാലും ഈ മതം എന്ന് പറയുന്ന കാര്യം ഇന്ത്യയിൽ 2ാമത്തെ ഘടകമാണ്. അതേസമയം ആദ്യത്തെ നിയമം അനുസരിച്ച്, അതായത് നിയമസംഹിത അനുസരിച്ചിട്ട് ഫോളോ ചെയ്യേണ്ടുന്നത് ഈ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹങ്ങളാണ്. അതിൻ്റെ രജിസ്ട്രേഷനാണ്. അത് രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന നിയമം, അതായത് ആദ്യ ഭാര്യ കേൾക്കണമെന്ന് തന്നെയാണ് കോടതിയുടെ നിർദ്ദേശം. ലിംഗസമത്വം എന്ന് പറയുന്നത് സ്ത്രീയുടെ പ്രശ്നമല്ല, അത് മാനുഷിക പ്രശ്നമാണ്. സ്ത്രീയെ സംബന്ധിച്ചിട്ടും
സ്ത്രീ പുരുഷനേക്കാൾ ഒട്ടും താഴെയുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ അവരുടെ കൺസെന്റും അവരുടെ ഭാഗവും കേൾക്കണമെന്ന് തന്നെയാണ് കോടതിയുടെ നിർദ്ദേശം. അത് പ്രത്യേകിച്ചും മതത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള, അത് ശരീഅത്തിലോ അനുസരിച്ചിട്ടുള്ള വിവാഹങ്ങളാകാം, പക്ഷേ അത് മതപരമായി തന്നെ അത് നിലനിൽക്കും. അതേസമയം രജിസ്ട്രേഷൻ നിർബന്ധമാണെങ്കിൽ, വിവാഹ രജിസ്ട്രേഷൻ വേണമെന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് ഈ നിയമം കൂടി പാലിക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. യെസ്, ഇതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതേസമയം ദുൽഖറിന് നോട്ടീസ് അയച്ചിരിക്കുന്നു. ആരാണെന്ന് നോക്കാം. നടൻ ദുൽഖർ സൽമാന് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ നോട്ടീസ്. പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ്. പത്തനംതിട്ട വള്ളിക്കോട് സ്വദേശി PN ജയരാജൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് കമ്മീഷന്റെ നിർദ്ദേശം. റോസ് ബ്രാൻഡ് ബിരിയാണി റൈസിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ഈ ബിരിയാണി റൈസിൻ്റെ ബ്രാൻഡ് അംബാസഡറുമായ ദുൽഖറും ഡിസംബർ 3-ാം തീയതി പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് മുമ്പിൽ ഹാജരാകാൻ വേണ്ടിയാണ് കമ്മീഷൻ ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുള്ളത്. പത്തനംതിട്ട വള്ളിക്കോട് സ്വദേശിയായ ജയരാജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടുപേരും നേരിട്ട് ഹാജരാകണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടുള്ളത്. ഇത് പരാതിയുടെ പ്രധാന അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്, ഈ ജയരാജ് കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആളാണ്. അദ്ദേഹം ഈ ബിരിയാണി റൈസ് വാങ്ങി ഒരു വിവാഹ ആവശ്യത്തിന് വേണ്ടി സദ്യ ഒരുക്കാൻ വേണ്ടി ഇത് വാങ്ങിയിരുന്നു. ആ ബിരിയാണി വെച്ച് നൽകുകയും ചെയ്തു. പക്ഷേ ഗുണനിലവാരമില്ലാത്ത ബിരിയാണി ആയിരുന്നു. അത് കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാവുകയും അവർ ആശുപത്രിയിലാകുകയും ചെയ്തു. അത്തരത്തിൽ അദ്ദേഹത്തിന് കേസുണ്ടാകുകയും അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായി വന്നു. അതിന് പുറമെ അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് സദ്യ ഈ വിവാഹ ആവശ്യത്തിന് വേണ്ടി ആരും വിളിക്കാത്ത സാഹചര്യം കൂടി അദ്ദേഹത്തിനുണ്ടായി. എന്തായാലും അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നേരിട്ട് ഈ ബിരിയാണി റൈസിൻ്റെ ഒരു പരാതിയുമായി അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത്. ബ്രാൻഡ് അംബാസഡറായ നടൻ ദുൽഖറിൻ്റെ പടം, അദ്ദേഹത്തിൻ്റെ സിനിമാ നടനാണ്, അദ്ദേഹത്തിൻ്റെ പടം വെച്ചുള്ള ബ്രാൻഡ് ഉള്ള ഈ റൈസാണിത്. അതിൻ്റെ ആ അരി വാങ്ങിയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പക്ഷേ ഗുണനിലവാരമില്ലാത്ത ഇത്തരം സാധനങ്ങൾ ആളുകൾ വാങ്ങിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, ഈ സിനിമാ നടനെ പോലുള്ള ആളുകളുടെ പ്രശസ്തിയൊക്കെ കണ്ടാണ് പലപ്പോഴും ഇത്തരം സാധനങ്ങൾ വാങ്ങുന്നത്. ആ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് തനിക്ക് ഇത് വാങ്ങിക്കേണ്ടി വന്നത്. പക്ഷേ അതിന് തീയതി കഴിഞ്ഞ അരിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ആ 50 കിലോ അരിയാണ് തീയതി കഴിഞ്ഞ ഡേറ്റ് കഴിഞ്ഞ അരിയാണ് ലഭിച്ചത്. അത് വെച്ചാണ് ബിരിയാണി ഈ ആളുകൾക്ക് വെച്ച് കൊടുക്കുകയും ചെയ്തത്. എന്തായാലും അതുകൊണ്ട് ഭക്ഷ്യവിഷബാധയുണ്ടായി. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം തനിക്ക് ലഭിക്കണം. തൻ്റെ ജോലി ഈ കാറ്ററിംഗ് സർവീസ് തന്നെ നിലച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് നഷ്ടപരിഹാരം തനിക്ക് ലഭിക്കണമെന്നുള്ള ആവശ്യം കൊണ്ടാണ് അദ്ദേഹം ഈ ബ്രാൻഡ് അംബാസഡറായ നടൻ ദുൽഖറിനെതിരെയും ഒപ്പം ഈ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയും ബിരിയാണി റൈസിൻ്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയും പരാതി നൽകിയിട്ടുള്ളത്. ഈ മാസം 3-ാം തീയതിയാണ് നേരിട്ട് ഈ രണ്ടുപേരും ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുള്ളത്. പക്ഷേ 5 ലക്ഷം രൂപയും 10,000 രൂപ 50 കിലോ അരിയാണ് അദ്ദേഹം ഈ ബിരിയാണി റൈസ് വാങ്ങിച്ചത്. അതിൽ 10,000 രൂപയും ആ ബിരിയാണി റൈസിൻ്റെ വിലയായ 10,000 രൂപയും ഒപ്പം 5 ലക്ഷം രൂപയും നൽകണമെന്ന് കൂടി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നടൻ ദുൽഖറിനെതിരെയാണ് അത് പ്രധാനമായുള്ളത്. കാരണം അത് പ്രശസ്തനായ സിനിമാ നടനാണ്. അദ്ദേഹം ഇത്തരം പരസ്യങ്ങളിൽ വന്നുകൊണ്ടാണ് ഈ സാധനങ്ങളുടെ ഗുണനിലവാരം പോലും നോക്കാതെ ആളുകൾ ആകർഷകരായ ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. എന്തായാലും രണ്ടുപേരും 3-ാം തീയതി, ഈ ഡിസംബർ 3-ാം തീയതി പത്തനംതിട്ടയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കമ്മീഷൻ ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ന്യൂസ് 9 സമാപിക്കും മുമ്പ് മുകളിൽ ഒരാളുണ്ട് കൂടി നോക്കാം. കൊല്ലം കടയ്ക്കലിൽ ലോഡ്ജിന് മുകളിൽ നിന്നും യുവാവിനെ താഴെ തള്ളിയിടുന്ന ദൃശ്യങ്ങൾ ആണ് മുകളിൽ ഒരാളിൽ ഇന്നും ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം. കടയ്ക്കൽ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവറായ അസീമിനെയാണ് ഒപ്പമുണ്ടായിരുന്ന ശ്രീകുമാർ കമ്പി കൊണ്ട് അടിച്ച ശേഷം തള്ളിയിട്ടത്. സംഭവത്തിൽ കരവാളൂർ സ്വദേശി ശ്രീകുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റൊരു അപകട ദൃശ്യം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് സ്വകാര്യ ബസിന്റെ മത്സരയോട്ടത്തിൽ സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം എന്നതാണ്. കൊല്ലം തേവലക്കര കല്ലുംപുറത്ത് ജംഗ്ഷനിൽ സ്വകാര്യ ബസ് ഇടിച്ചാണ് സ്കൂട്ടർ യാത്രികൻ മരിച്ചത്. തേവലക്കര മള്ളിക്കാല സ്വദേശി 65-കാരനായ അബ്ദുൾ മുത്തലിഫാണ് മരണപ്പെട്ടത്. ഒരേ ദിശയിൽ പോവുകയായിരുന്ന സ്കൂട്ടറിനെ ബസ് മറികടന്ന് ആണ് ഈ അപകടമുണ്ടായത്. മത്സര ഓട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വാഹനം ഈ സ്കൂട്ടർ യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ചത്.
മത്സരവോട്ടത്തിൽ വിലപ്പെട്ട ഒരു ജീവൻ ആണ് പൊലിയുന്നത്. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് വാഹനങ്ങൾ അമിത വേഗത്തിൽ ഓടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ന്യൂസ് 10 പൂർണ്ണമാകുന്നു.